സുമേഷേ, ഏടൊരു കുടം. സൂചേട്ടാ, ഇതിൽ വല്ല നീതിയുള്ളതായിരിക്കോ? എടാ, തുറന്നു നോക്കിയെങ്കില. തുറക്കണോ? വാടാ. കെട്ടിപ്പൊട്ടിയൊക്കെ വെച്ചല്ല. ഇതിന് നല്ല പഴക്കൊണ്ടെന്ന് ചേട്ടാ. തീ ചരടക്കിട്ട് വെച്ചേക്കുന്നു. സൂചേട്ടാ, ഇതിൽ വല്ല നിധിയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ പണിക്കൊണ്ടാ. ശരിയല്ല, ഡെയിലി ബിവറേജ് പോവാം നമുക്ക്. നീ ഒന്ന് പിടിച്ചേ, നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. സൂചേട്ടാ, വെയിറ്റും കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. എടാ, നീ ഒന്ന് താങ്ങി തന്നാ ഞാൻ പിടിച്ചോളാം. ഇയാൾ എനിക്കിട്ട് തോന്നിക്കണ്ടോ? ഒഴിവാക്കണല്ലോ. ഇവൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കണില്ല. എന്താണ് അതിനൊരു വഴി? എന്തെങ്കിലും വഴി തെളിയും. ഒന്നുമില്ലടാ, ഒരു കൊള്ളില്ലാത്ത കൊടോണത്. എന്തായാലും എടുത്താലേ കിടക്കൊണ്ടുവരും. ഞങ്ങൾ കൂടി നോക്കട്ടെ. ചേട്ടാ സുമേഷ് പെട്ടല്ലോടാ. എന്തായാലും പുറത്തേക്ക് ഇടുക. വാ. എവിടുന്ന് വന്നിട നേരത്ത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. നടന്നേ. എന്നാലും അവന്മാരെങ്ങനെ വന്ന് ആ ശംഭും ഷംസും പെട്ടല്ലേ? പടകള് എവിടെന്നാണ് കൊടുക്കേണ്ടി വരില്ല അവന്മാർക്ക്. ഓരോരോ ഗതികേടേ. എന്നോട് വെക്കല്ലേ? അതൊക്കെ തുറക്കാല്ലേ? തുറക്കാൻ പറ്റേ? ഞങ്ങൾക്കത്ര നിങ്ങൾക്കത്ര. ഇനിയും തോക്കാനാ? നാലാക്ക. സൂചേട്ടാ, ആളുകൊണ്ടൊക്കെ നമുക്ക് പുറത്തേക്ക് പോവാം. എന്നാ പിടി. ഷംസുക്ക, വഴിയൊക്കെ ഒന്ന് റെഡിയാക്കിയ. വഴിയൊക്കെ നമ്മള് ശരിയാക്കി തരാം. വേറെ ഒന്നുമില്ലെന്നേ, പാമ്പും മണ്ടാറൊക്കെ തലോണ്. ഉണ്ടായില്ലേ നമുക്ക്? എന്നാ പിന്നെ നാലാക്കാം. 4 അല്ല 5. ഇതേതടിയ അവതാരം? ഞാനൊരു പാവം കള്ളനാണ്. 1.5 മാസമായി ഞാൻ ഇതിൻ്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും നിങ്ങൾ പുറത്തെത്തിച്ചത് വളരെ നന്നായി. ഇതൊക്കെ ഇവിടെ നിന്ന് വന്ന് ഈ വധൂരികളൊക്കെ. എന്നാ നമുക്കിത് വീണ്ടും വയ്ക്കാം. എന്തെങ്കിലും ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? എന്തറിയാൻ? നിധിയല്ലേ? ആണോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നീങ്ങിരുന്നേ. ഈ കുടത്തിനൊരു ചരിത്രമുണ്ട്. ആ കഥ ഞാൻ സൊല്ലട്ടുമാ.